ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഉഷമലരി അല്ലെങ്കിൽ നിത്യകല്യാണി എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു പൂവിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. പലർക്കും അറിയുന്നുണ്ടാവും ഇതിനെക്കുറിച്ച്. ഒരുപാട് സ്ഥലങ്ങളിൽ പല പല പേരുകളിലാണ് ഇത് അറിയപ്പെടുക. ചില സ്ഥലത്തൊക്കെ ശവന്നാറി, വിൻക തുടങ്ങിയ പേരുകളിലും ഈ പൂവ് അറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാവാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിൽ ലഭിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഇത്. കാരണം നമ്മൾ അധികം കെയറൊന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിക്കൊണ്ട് പോകാനായിട്ട് കഴിയുന്ന ഒരു ചെടിയാണിത്. ഒരു 2-3 വർഷമായിട്ട് ഞാനിത് വളർത്തുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെ എൻ്റെ ഒരു ചെടി പോലും പോയിട്ടുമില്ല. നല്ല കെയറുള്ള ബുദ്ധിമുട്ടുള്ള മറ്റ് ചെടികളെ അപേക്ഷിച്ച് ഇത് നോക്കാനായിട്ട് വളരെ എളുപ്പമാണ്. 2 രീതിയിൽ നമുക്ക് ഈ ചെടി വളർത്തിക്കൊണ്ട് വരാം. ഒന്ന് ഇതിൻ്റെ കമ്പ് നട്ടിട്ടും പിന്നെ മറ്റൊന്ന് വിത്ത് പാകിയും നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാവുന്നതാണ്. കമ്പ് നടാനാണെങ്കിൽ ഏകദേശം ഒരു മൂത്ത കമ്പ് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അധികമായിട്ടുള്ള ഇലകളൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്കൊരു ചട്ടിയിലോട്ട് നടാവുന്നതാണ്. നമുക്ക് വിത്ത് പാകുമ്പോഴായാലും കമ്പ് നടുമ്പോഴായാലും പോട്ടിംഗ് മിക്സ് ആയിട്ട് മണ്ണിൻ്റെ കൂടെ ചകിരിച്ചോറും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ചെടി നന്നായിട്ട് വളർന്നു വരും. വിത്ത് പാകുകയാണെങ്കിൽ നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിട്ട് വിത്ത് പാകി കൊടുത്തിട്ട് ഒരു മീഡിയം ലെവലിൽ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ആ ചട്ടി വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വിത്ത് മുളച്ച് വരും. ഒരു പാകം വരുമ്പോൾ, അതായത് കുറച്ചൊന്ന് വളർന്നു വരുമ്പോൾ നമുക്ക് അതിൻ്റെ തൈകൾ വേറെ മാറ്റി മാറ്റി നടാവുന്നതാണ്. 3 കളറിൽ എൻ്റെ കയ്യിൽ ഈ ചെടിയുണ്ട്. ഒന്ന് പിങ്കും പിന്നെ ഒരു ഡാർക്ക് റെഡിനോട് ചേർന്നിട്ടുള്ള ഒരു കളറും പിന്നെ വൈറ്റുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് 3ഉം ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ വളർത്തുന്നുണ്ട്. നാടൻ വെറൈറ്റീസിനാണ് ഹൈബ്രിഡ് ഇനങ്ങളെക്കാൾ കൂടുതൽ നല്ല റെസിസ്റ്റൻസ് പവർ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹൈബ്രിഡ് ഇനങ്ങൾ നോക്കാനായിട്ട് കുറച്ച് പാടാണ്. പെട്ടെന്ന് അത് നശിച്ചു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഹൈബ്രിഡ് ഇനങ്ങൾക്ക് നാടൻ ഇനങ്ങളെ അപേക്ഷിച്ചിട്ട് ഉയരം കുറവായിരിക്കും. നാടൻ ഇനങ്ങൾ നല്ല ഉയരത്തിൽ വരുമെങ്കിലും നമ്മൾ കറക്റ്റ് അതിൻ്റെ സമയത്ത് പ്രൂൺ ചെയ്തിട്ട് നല്ല ലെവലാക്കി നിർത്തുകയാണെങ്കിൽ ധാരാളം പൂ കിട്ടുകയും നമ്മുടെ പൂന്തോട്ടം കാണാൻ നല്ല ഭംഗിയായിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ചെടിക്കുണ്ട്. ധാരാളം പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ നിരനിരയായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. എപ്പോഴും പൂവുണ്ടാവുകയും ചെയ്യും. മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക എന്നുള്ളതാണ് ഈ ചെടി വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. വെള്ളം കെട്ടി നിന്നാൽ ഫംഗസ് ബാധ ഉണ്ടാവുകയും ചെടിയുടെ വേരൊക്കെ ചീഞ്ഞിട്ട് അത് നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്താണ് നമ്മൾ ഈ ചെടി നടേണ്ടത്. ചട്ടിയിലാണെങ്കിൽ മഴക്കാലത്തൊക്കെ ഒന്ന് ഷെയ്ഡിലോട്ട് നീക്കി വയ്ക്കുക. അധികം മഴ കൊള്ളാത്ത രീതിയിൽ വയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചെടി നശിച്ചു പോകാതെ നോക്കാൻ പറ്റും. അഥവാ എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻസ് ഒക്കെ കാണുകയാണെങ്കിൽ വിനാഗിരി വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് വളമായിട്ട് പ്രധാനമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളം നമ്മുടെ ചാണകപ്പൊടിയാണ്. അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ്, എല്ലുപൊടി ഇതൊക്കെ നമുക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി ഊറ്റിയെടുത്ത് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടും നമുക്കിതിൻ്റെ വളമായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഈ ചെടി നന്നായിട്ട് വരും. ഇതിന് വളർച്ച കുറവാണെന്ന് തോന്നുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വളം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് പൂക്കൾ കിട്ടും. കീടബാധ പൊതുവേ ഈ ചെടിക്ക് കുറവാണ്. എന്നാലും ചിലപ്പോൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് നീം ഓയിൽ സ്പ്രേ ആക്കി കൊടുക്കാവുന്നതാണ്. അത് നല്ല എഫക്റ്റീവാണ്. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞു പോകാൻ തുടങ്ങും. അതുപോലെ വെള്ളം കുറവാണെങ്കിലും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. വെള്ളം കൂടുതലായിട്ടാണോ കുറവായിട്ടാണോ ഇലകൾക്ക് മഞ്ഞ കളർ വരുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ വിത്ത് വീണിട്ട് തനിയെ മുളച്ച് വന്ന ഒരു ചെടിയാണ്. കണ്ടോ, ഇതുപോലെ ഒരുപാട് ചെടികൾ ഇവിടെ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ വിത്ത് എനിക്കിങ്ങനെ വേറെ പാകി മുളപ്പിക്കേണ്ട ആവശ്യം വരാറില്ല. ഇതുപോലെ തനിയെ മുളച്ച് വരുമ്പോൾ അതിനെ ഞാൻ പറിച്ചെടുത്തിട്ട് ചട്ടിയിലോട്ട് നടാറുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഈ ഉഷമലരിക്കുണ്ടെന്നാണ് പറയുന്നത്. പ്രമേഹത്തിൻ്റെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ ക്യാൻസർ ചികിത്സയ്ക്ക് പോലും ഈ ചെടിയുടെ ഇലകളും പൂവും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
ഇതിൻ്റെ ഇലയും പൂവും കൂടി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടുള്ള ആ വെള്ളം കുടിക്കുന്നത് ഒരു അസുഖം ഇല്ലാത്തവർക്ക് പോലും ആരോഗ്യത്തിന് വളരെ നല്ലൊരു ഡ്രിങ്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ കാണാനുള്ള ഭംഗി മാത്രമല്ല, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും കൂടി ഈ ചെടിക്കുണ്ടെന്ന് എല്ലാവർക്കും ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഇനി എല്ലാവരും ഒരു ചെടിയെങ്കിലും വീട്ടിൽ വളർത്താനായിട്ട് നോക്കുക. നമുക്ക് നോക്കിക്കൊണ്ട് പോകാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ പിന്നീട് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഭംഗിയിൽ നമ്മുടെ ഗാർഡനെ അലങ്കരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. മണി പ്ലാന്റിൻ്റെ കെയറിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്